കാശി ഒരു കൈകൊണ്ട് മുടി മാടിയൊതുക്കിക്കൊണ്ട് ചോദിച്ചു. പക്ഷെ അതിന് മറുപടിയായി മുന്നിൽ നിന്നൊരുത്തൻ കാശിയുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. കാശി വീണെടുത്ത് ചാടി എഴുന്നേറ്റു. നീ എന്നെ കൈവെക്കാനായോടാ എന്ന് ചോദിച്ച് കാശി അവന്റെ നെഞ്ചിൽ കൂടെ നോക്കി ആഞ്ഞു ചവിട്ടി. പിന്നെ അവിടെ നടന്നൊരു പ്രകടനമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ 3-4 പേരടങ്ങുന്ന സംഘം കൂടെ അവരുടെ കൂടെ ചേർന്നു കാശിക്ക് പിടിച്ചെടുക്കാൻ കഴിയാതെയായി. ഹോക്കി സ്റ്റിക് കൊണ്ടുള്ള പ്രകാരം അവനെ നടുവിനേറ്റതും അവന്റെ നാവിൽ നിന്നൊരു ആർത്തനാദം പുറത്തേക്ക് വന്നു. അവന്റെ അടുത്തേക്ക് കാശിയേട്ട എന്ന് വിളിച്ച് ഓടി വന്നു. പക്ഷേ കാശി അവളെ കൈകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നതിൽ നിന്ന് വിലക്കി. റാം മുന്നിലുള്ള വണ്ടിയിൽ നിന്ന് ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് കിച്ചുവിന്റെ വരവിനായി കാത്തിരുന്നു. മുന്നിൽ നിന്ന് വരുന്ന വാനത്തിൽ നിന്നുള്ള പ്രകാശം കണ്ണിലേക്ക് തുളച്ചു കയറിയതും റാം കണ്ണ് ഇറുകെ പൂട്ടി. പിന്നെ ക്രൂരതയേറെ കണ്ണുകൾ പതിയെ തുറന്നുകൊണ്ട് ഉന്മാദിയെ പോലെ ചിരിച്ച് പുറത്തേക്ക് നോക്കി. കിച്ചു കാറിൽ നിന്ന് ഞൊടിയിടിൽ ഇറങ്ങി കാശിയുടെ അടുത്തേക്ക് ഓടി. അപ്പോഴേക്കും അടുത്ത പ്രകാരം കാശി കയറ്റിയിരുന്നു. കിച്ചു കാശിയെ മർദ്ദിച്ചെന്ന് നോക്കി അവന്റെ പുറത്തേക്ക് ആഞ്ഞു ചവിട്ടി. അവൻ തെറിച്ച് വീണതും കാശി സംശയത്തോടെ തലയിരിച്ച് നോക്കി. അവിടെ കിച്ചുവിനെ അവിടെ കണ്ടതും അവന്റെ കണ്ണിൽ വീണ്ടും സംശയം നിറഞ്ഞു. അവർ രണ്ടുപേരും കൂടെ ഓരോരുത്തരെ ഇടിച്ചിടുമ്പോഴും കാശി ഇടയ്ക്കിടയ്ക്ക് കിച്ചുവിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. മാളി ഇത് കണ്ട് വേഗം ഫോണെടുത്ത് സ്ത്രീക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്തു. പിന്നെ അവനെ കോൾ ചെയ്തു. കോൾ കണക്ട് ആയി അവൾ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഒരു കൈ വന്ന് അത് അവളിൽ തട്ടിപ്പറിച്ച് കോൾ കട്ട് ചെയ്തു. പിന്നെ ഫോൺ എടുത്ത കുറ്റിക്കാടിലേക്ക് വലിച്ചെറിഞ്ഞു. മാളു പേടിയോടെ അയാളെ നോക്കിയതും അയാളൊരു വഷളനോട്ട് അവളെ നോക്കി അവിടെ കാറിൽ നിന്ന് ചാരി അടി നോക്കി നിന്നു. കുറച്ച് കഴിഞ്ഞ് അയാൾക്കൊരു കോൾ വന്നു. അയാൾ മുന്നിലേക്ക് ആഞ്ഞു നോക്കി കോൾ എടുത്തു. അപ്പോൾ മാളു മിന്നായം പോലെ മുന്നിലെ കാറിലിരിക്കുന്ന റാമിനെ കണ്ടു. അപ്പുറത്തുനിന്ന് റാമിന്റെ ആജ്ഞയിട്ടതും അയാൾ ഫോൺ കട്ട് ചെയ്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞു, തീർത്തേക്കണ രണ്ടിനെ. മാളു പേടിയോടെ ഇരുവരെയും നോക്കി. ഇതിനിടയ്ക്ക് വീണുപോയ കിച്ചുവിന്റെ തലക്ക് നോക്കി മരക്കഷ്ണം കൊണ്ട് അതിശക്തമായ പ്രഹരമേറ്റു. കിച്ചു തലയും പൊത്തിപ്പിടിച്ച് കുഞ്ഞിരുന്നു പോയി. അവന്റെ ചെവിക്കരികിലൂടെ ചുടുരക്തം ഒഴുകിയിറങ്ങി. മാളുവിന് ആ കാഴ്ച കണ്ട് ശരീരാകെ തളർന്നുപോയി. കിച്ചു ആയാസപ്പെട്ട് എഴുന്നേറ്റിരുന്നു. അവന്റെ ശ്രദ്ധ എങ്ങോട്ടോ പോയതും അവൻ വെപ്രാളപ്പെട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് നടന്നു. അവന്റെ കാലുകളൊന്നും നിലത്ത് ഉറക്കുന്നുണ്ടായിരുന്നില്ല. അവൻ പോകുന്നിടത്തേക്ക് നോക്കിയതും മാളുവിന്റെ തല പെരിക്കുന്ന പോലെ അവൾക്ക് തോന്നി. നാവ് ചരിക്കാതെ ബന്ധിക്കപ്പെട്ട പോലെ അവൾക്ക് തോന്നി. കാശിയുടെ പിന്നിൽ നിന്നും അവന്റെ നേർക്കൊരുത്ത മൂർച്ചയേറിയ കത്തിയുമായി നടന്നെടുക്കുന്നു. കിച്ചു അവർക്കിടയിലേക്ക് ചെന്ന് അവനെ തള്ളി മാറ്റിയെങ്കിലും അവൻ കിച്ചുവിനെ സൈഡിലേക്ക് തള്ളി മാറ്റിയിരുന്നു. കിച്ചുവിന്റെ ശക്തി ചോർന്നു പോകുന്ന പോലെ അവന് തോന്നി. കണ്ണെല്ലാം മങ്ങിത്തുടങ്ങി. പക്ഷേ തന്റെ കൂട്ടുകാരനെ രക്ഷിക്കണം തന്നെയായിരുന്നു അവന്റെ ചിന്ത. അപ്പോഴേക്കും മാളുവിന്റെ ശബ്ദം അവിടെ മുഴങ്ങിയിരുന്നു. കത്തി വായുവിൽ ഉയർന്നു താഴുമ്പോഴേക്കും കിച്ചു അവർക്ക് രണ്ടുപേർക്കിടയിൽ തടസ്സം നിന്നിരുന്നു. ആ ഞൊടിയിടയിൽ തന്നെ പച്ചമാംസത്തിലൂടെ ആയുധം തുളഞ്ഞു കയറി ചുടുചോര പുറത്തേക്ക് ചീറ്റി. കാശി ഞെട്ടിത്തിരിഞ്ഞതും അവൻ ആയുധം വലിച്ചൂരിയിരുന്നു. കാശിയുടെ മുന്നിൽ കിച്ചു നിലംപതിച്ചു. ആ കാഴ്ച കണ്ട് അവൻ ശ്വാസം അടക്കി പിടിച്ച് നിന്നുപോയി. ചോരക്കിരിഞ്ഞിറങ്ങുന്ന കത്തി കണ്ടതും അവന്റെ നെഞ്ചിൽ വെള്ളിടി വെട്ടി. അവൻ ഞൊടിയിടയിൽ കുരിഞ്ഞിരുന്നു കിച്ചുവിനെ മലർത്തി കിടത്തി. എത്രയൊക്കെ വെറുത്താലും തന്റെ ആത്മാവിൽ പതിഞ്ഞു പോയവനാണവൻ. എത്ര ശ്രമിച്ചിട്ടും അവനുമൊത്തുള്ള ഓർമ്മകൾ തന്റെ മനസ്സിൽ നിന്ന് മായ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അവൻ വേദനയോടെ ഓർത്തു. കിച്ചു അവനെ തട്ടി വിളിക്കുമ്പോൾ കാശിയുടെ ശബ്ദം വിറച്ചിരുന്നു. ആ സമയം കാശി ഇല്ലാതാക്കാനായി ലക്ഷ്യം വെച്ച് വന്നവൻ മുന്നിലെ വാഹനങ്ങളുടെ പ്രകാശം കണ്ടതും ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. വാഹനങ്ങൾ അവിടേക്ക് അടുത്തു വരുന്നതും ഗുണ്ടകളെല്ലാവരും കാറിൽ കയറി രക്ഷപ്പെട്ടിരുന്നു. മുന്നിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന കിച്ചുവിനെ കണ്ടതും മാളു നിലത്തേക്ക് ഊർന്നിരുന്നു. കിച്ചു എണീക്കണം. നീ എന്തിനാണ് അങ്ങനെ ചെയ്ത്? ഇട്ടിട്ട് പോയിക്കൂടായിരുന്നു. എണീക്കണം. ഒന്നെന്നെ നോക്ക്. നിന്റെ കാശിയല്ലടാ വിളിക്കുന്നു. കണ്ണടക്കില്ലേ ഡാ സൈക്കോ. ആളെ പേടിപ്പിക്കാതടാ. കാശി കരഞ്ഞുകൊണ്ട് കണ്ണ് ആയാസപ്പെട്ട് തുറക്കുന്നു നോക്കി. അപ്പോഴേക്കും വണ്ടിയിൽ നിന്ന് സ്ത്രീയും കുറച്ച് പോലീസുകാരും അവിടേക്ക് എത്തിയിരുന്നു. പോലീസുകാരിൽ ചിലർ ഗുണ്ടകളുടെ കാറിനെ ഫോളോ ചെയ്ത് പോയിരുന്നു. സ്ത്രീ വന്ന് കാശിയുടെ ചുമലിൽ കൈവച്ചതും അവൻ തന്നെ മടിയിൽ കിടന്ന് കണ്ണുകൾ ആയാസപ്പെട്ട് തുറക്കുന്ന കിച്ചുവിനെ നോക്കി വീണ്ടും പുലമ്പി. നോക്കടാ ശ്രീ, ഇവൻ എന്നെ രക്ഷിക്കാൻ വേണ്ടി സ്വയം. ഇവനൊന്നും പറ്റില്ല. നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം. കാശി വേണ്ടടാ, എനിക്ക് ഇത്രേ ആയുസുള്ളൂ. നിന്നോട് ഇവളോട് ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണടാ ഇതല്ല. ഞാനിതിന് അർഹന. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നോട് തെറ്റ് ചെയ്തിട്ടില്ല. മാളു അവളെ മാത്രം ഞാൻ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിച്ചത്. അത് നിനക്ക് വേദനിക്കാൻ വേണ്ടി. ക്ഷമിക്കില്ലടാ നിങ്ങൾ എന്നോട്. അപ്പോഴേക്കും തൊഴുതി പിടിച്ച് അവന്റെ കൈകൾ ഊർന്ന് നിലംപതിച്ചിരുന്നു. കൈകൾ നിശ്ചലമായി. അതിനൊപ്പം അവന്റെ കണ്ണുകളും നിശ്ചലമായി. കിച്ചു! കാശി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന്റെ പേര് വിളിച്ചു. ശ്രീയുടെ കാർ അതിവേഗം ഹോസ്പിറ്റലിലേക്ക് കുതിച്ചു. പുറകിൽ കാശിയുടെ മടിയിൽ കിടക്കുന്ന കിച്ചുവിനെ അവൻ നിർത്താതെ വിളിച്ചുകൊണ്ടിരുന്നു. കണ്ണീർ ഒഴുകിയിറങ്ങി കിച്ചുവിന്റെ മുഖത്ത് പതിച്ചു. ഹോസ്പിറ്റലിൽ വണ്ടി നിർത്തിയതും കാശി കിച്ചുവിനെ എടുത്ത് കാഷ്വാലിറ്റിയിലേക്ക് ഓടി. കിച്ചുവിനെ അകത്തേക്ക് കൊണ്ടുപോയതും കാശി താഴേക്ക് തളർന്നിരുന്നു. അവന്റെ മനസ്സിൽ നിറയെ കിച്ചുവിന്റെ ചിരിക്കുന്ന മുഖമായിരുന്നു. ഒപ്പം തനിക്ക് വേണ്ടി കുത്തേറ്റ് വീഴുന്നു. അവൻ കണ്ണുകൾ ഇറുകിയടച്ച് തുറന്നു. അപ്പോഴേക്കും ശ്രീ വന്ന് അവനെ പിടിച്ചെണീപ്പിച്ചു. കാശി അടുത്തുള്ളൊരു ചെയറിലേക്ക് ഇരുത്തി.
മാളു അവനരികിൽ വന്നിരുന്നു അവന്റെ കയ്യിൽ കൈ കോർത്തു പിടിച്ചു. മാളു, അവൻ എന്തിനെങ്ങനെ ചെയ്തേ? ആരൊന്നും മിണ്ടിയില്ല. കുറച്ചു നേരം അവിടെ നിശബ്ദം നിറഞ്ഞു. സമയം എഴിഞ്ഞു നീങ്ങി. അപ്പോഴാണ് കിച്ചുവിന്റെ അച്ഛനും അമ്മയും അങ്ങോട്ട് വന്ന്. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവരെ കണ്ടത് ശ്രീയും കാശി എണീറ്റ് അവരുടെ അടുത്തേക്ക് നീങ്ങി. മോനെ കാശി, എന്താണ് അവന് പറ്റിയത്? അവന് കുഴപ്പമൊന്നുമില്ലാലോ? കിച്ചുവിന്റെ അച്ഛൻ ചോദിച്ച ചോദ്യത്തിന് അവർക്ക് മറുപടിയില്ലായിരുന്നു. ആ അമ്മയുടെ കൈ കാശിയുടെ കയ്യിൽ മുറുകി. മോനെ, എന്താടാ? അവന് നീയും എൻ്റെ മോനല്ലേ? അമ്മയോട് പറയടാ, അവന്റെ അവസ്ഥ എന്താ? ഒന്നും പറയാൻ കഴിയാതെ നിൽക്കുന്ന കാശിയെ കണ്ട് ശ്രീ പറഞ്ഞു. ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞില്ല, ICUലാണ് ഇപ്പോൾ. അപ്പോഴാണ് നഴ്സ് അവിടെ അടുത്തേക്ക് വന്നത്. കാശിനാഥന്റെ കൂടെയുള്ളവര്? അതെ, അവനിപ്പോൾ എങ്ങനെയുണ്ട്? കാശി ചോദിച്ചു. ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. ഉടനെ ഒരു സർജറി നടത്തണം. അതിനുള്ള ഫോമാണിത്. ആരെങ്കിലും സൈൻ ചെയ്തോളൂ. സിസ്റ്റർ നീട്ടിയ ഫയലിലേക്ക് കിച്ചുവിൻ്റെ അച്ഛൻ ഒപ്പിട്ട് നൽകി. ആകെ തകർന്നിരുന്ന കിച്ചുവിൻ്റെ അമ്മ സർജറിയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും കാശിയുടെ തോളിലേക്ക് വീണ് കരഞ്ഞു. ഏതമ്മക്കാണ് സ്വന്തം മകനെ ഇങ്ങനൊരവസ്ഥയിൽ കാണാൻ സാധിക്കുക? കുറച്ചു കഴിഞ്ഞതും അമ്മ ബോധരഹിതയായി താഴേക്ക് വീണു. കാശി പെട്ടെന്ന് അമ്മയെ താങ്ങി നിർത്തി. പെട്ടെന്ന് തന്നെ അമ്മയെ അവിടെ റൂമിലേക്ക് മാറ്റി. ഒരു ഡോക്ടർ വന്ന് അമ്മയെ ചെക്ക് ചെയ്തു. BP ഷൂട്ട് ചെയ്തായിരുന്നു. അമ്മയോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ഡോക്ടർ പോയി. അമ്മക്ക് പണ്ട് മുതലേ ഒരുപാട് വിഷമമൊന്നും സഹിക്കാൻ പറ്റില്ലായിരുന്നു. ഒപ്പം ഇപ്പോൾ ബോഡി നല്ലപോലെ വീക്കുമാണ്. കുറച്ചു ദിവസം അമ്മക്ക് നല്ല റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അമ്മക്കൊപ്പം മാളുവിനെ നിർത്തി ഞങ്ങൾ കിച്ചുവിൻ്റെ അരികിലേക്ക് പോയി. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും സർജറി കഴിഞ്ഞുവെന്ന് ഒരു നഴ്സ് വന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും ബോധം വന്നിട്ടില്ല. ഒന്ന് ഡോക്ടറെ ചെന്ന് കാണാനും പറഞ്ഞു. ഞാനും ശ്രീയും ഡോക്ടറുടെ ക്യാബിനിലേക്ക് പോയി. ഡോക്ടർ, കാശിനാഥനിപ്പോൾ എങ്ങനെയുണ്ട്? ശ്രീയാണ് ചോദിച്ചത്. സർജറി സക്സസ് ആണ്. പിന്നെ വയറ്റിലെ മുറിവ് കുറച്ച് ആഴത്തിലുള്ളതാണ്. ആ മുറിവ് ഉണങ്ങാൻ കുറച്ച് സമയം പിടിക്കും. പിന്നെ ഇപ്പോൾ പേടിക്കാനുള്ളത് അയാൾക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. കാശിയുടെ ശബ്ദം ചെറുതായി വിറച്ചിരുന്നു. ബോധം തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയൊന്നും പേടിക്കാനില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. അയാൾക്കൊന്നും പറ്റില്ല. ബോധം വന്നു കഴിഞ്ഞാൽ കാശിനാഥിനെ റൂമിലേക്ക് മാറ്റാം. അതിനുവേണ്ടിയുള്ള ഏർപ്പാട് ചെയ്തോളൂ. ഓക്കെ ഡോക്ടർ. ശ്രീ അതും പറഞ്ഞ് കാശിയുമായി പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് വന്നു കാശി സ്ത്രീയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവനും കരയുക തന്നെയായിരുന്നു. ഞാൻ കാരണോടാ അവനിങ്ങനെ. അവൻ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല. പാവാട, അവൻ എനിക്ക് വേണ്ടി പറ്റുന്നില്ലടാ എനിക്ക്. എന്താടാ ഇത്? അവനൊന്നും പറ്റില്ല. നമ്മളെ പഴയ കിച്ചുവായി തന്നെ അവൻ തിരികെ വരും. അവനിങ്ങനെയൊന്നും നമ്മൾ വിട്ടേച്ച് പോകത്തില്ലടാ. ശ്രീ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. കൊല്ലണം. അവനാ എല്ലാം ഇങ്ങനെയാക്കിയത്. എന്റെ കിച്ചുവിനെ എന്നിൽ നിന്ന് അകറ്റിയത്. ഇപ്പൊ അവൻ ഈ അവസ്ഥയിലാക്കിയത്. കിച്ചു വിടുന്ന് എണീറ്റ് കഴിഞ്ഞാൽ തീർക്കും ആ പന്നിയെ. കാശി സ്ത്രീയിൽ നിന്ന് മാറി കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നിരുന്നു. പേശികൾ വലിഞ്ഞു മുറുകി.